ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐഷാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ബ്രെഡും അതുപോലെ കാടമുട്ടയും യൂസ് ചെയ്തിട്ട് നല്ലൊരു ലോലിപോപ്പിന്റെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ ലോലിപോപ്പ് ഒക്കെ തയ്യാറാക്കുന്നത് ചിക്കൻ്റെ വിങ്സ് യൂസ് ചെയ്തിട്ടല്ലേ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ ഒരു ലോലിപോപ്പ് റെസിപ്പിയാണ്. ബ്രെഡ് അതുപോലെ കാടമുട്ട യൂസ് ചെയ്തിട്ട് കുട്ടികൾക്കാണെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെടും. അതുപോലെ നമ്മളുടെയൊക്കെ ടേസ്റ്റിന് ചേർന്ന ഒരു റെസിപ്പിയാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ആദ്യം ഒരു ഉള്ളി തക്കാളിയൊക്കെ ചേർത്തിട്ട് നല്ലൊരു സ്പൈസി ആയിട്ടുള്ള റോസ്റ്റ് തയ്യാറാക്കുവാണ്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെറിയ ഒരു സവോള എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് ഇതിപ്പോൾ. പിന്നെ തക്കാളി ഒരു മീഡിയം സൈസുള്ള തക്കാളിയുടെ ഒരു അര ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കാം. കൂടുതൽ തക്കാളി വേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ കറിവേപ്പില അതും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിയുക. പിന്നെ പച്ചമുളക് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, ചെറിയ കഷ്ണങ്ങളാക്കിയത്. കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ല, അപ്പം അധികം ചേർക്കണ്ട. പിന്നെ വെളുത്തുള്ളി അതും ചെറിയ കഷ്ണങ്ങളാക്കാം. ഞാനൊരു 2-3 പീസ് എടുത്തിട്ടുള്ളൂ വെളുത്തുള്ളി. പിന്നെ അതുപോലെ ഞാനിവിടെ ചിക്കനും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ബാക്കി വന്ന പെപ്പർ ചിക്കനിൽ 2 പീസ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേവിച്ച ചിക്കന് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കാം. പിന്നെ അതുപോലെ ചിക്കൻ ചേർക്കണം നിർബന്ധമില്ല. ചിക്കൻ കഴിക്കാത്തവർക്ക് വേണമെങ്കിൽ ചിക്കൻ ഇല്ലാതെ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം സവോള ഈ നല്ല ചൂടായ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവോള നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാവൂ. അതൊന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ സവോള നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള വെളുത്തുള്ളി, കറിവേപ്പില അതുപോലെ പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റിയെടുക്കണം. ഈ വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീണ്ടും നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. പിന്നെ അതുപോലെ നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ തക്കാളി പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ ഈ മസാല പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ അതിന് വേണ്ടി അല്പം ഉപ്പ് ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മളുടെ തക്കാളി ഇപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ മസാലയ്ക്ക് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചിക്കനാണ്. നിങ്ങൾ ചിക്കൻ കഴിക്കാത്തവരാണെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കണ്ട. ചിക്കൻ കഴിക്കുന്നവരാണെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ, നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ബാക്കി വന്നിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ വേവിച്ചിട്ടുള്ള ചിക്കൻ ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ചെറിയ പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചെമ്മീനോ എല്ലാം ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അല്പം കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ വരുമ്പം നല്ല കളറും കിട്ടും, അതുപോലെ ആവശ്യത്തിനുള്ള എരിവും ഉണ്ടാവും. നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിച്ചതുകൊണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ചിക്കൻ ചേർത്ത ശേഷം അധികം വേവിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ റോസ്റ്റ് ഇപ്പോൾ റെഡിയായി. അപ്പോൾ നമുക്കിനി ബാക്കി എങ്ങനെയൊക്കെയെന്ന് നോക്കാം. അപ്പോൾ ബ്രെഡും അതുപോലെ കാടമുട്ടയും യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ലോലിപോപ്പ് എങ്ങനെ തയ്യാറാക്കി നോക്കാം. അതിലേക്ക് നമ്മൾക്കിപ്പോൾ 7 ബ്രെഡിൻ്റെ സ്ലൈസസ് വേണം. ഞാനിപ്പോൾ ഇതുപോലെ നല്ല വലുപ്പമുള്ള ബ്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഏകദേശം നല്ല വലുപ്പമുള്ള ബ്രെഡ് തന്നെ വേണ്ടി വരും. കാരണം നമ്മൾ കാടമുട്ട ഫില്ലാവുന്ന രീതിയിൽ വേണം ബ്രെഡ് എടുക്കാൻ. ചെറിയ ബ്രെഡ് കൊണ്ട് ഈ ഒരു റെസിപ്പി പറ്റില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ഉള്ളി, തക്കാളി അതുപോലെ ചിക്കനൊക്കെ ചേർത്തിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള റോസ്റ്റാണ്. പിന്നെ നമ്മൾക്കിതിലേക്ക് വേണ്ടത് കാടമുട്ടയാണ്. അത് നന്നായിട്ട് വേവിച്ചെടുത്ത കാടമുട്ട, പുഴുങ്ങിയെടുത്ത കാടമുട്ടയാണ്. അത് 7 എണ്ണം എടുത്തിട്ടുണ്ട്. 7 ബ്രെഡിലേക്ക് 7 മുട്ട മതി. പിന്നെ നമുക്കിതിലേക്ക് ബ്രെഡ് ക്രംസ് വേണം. അത് ആവശ്യത്തിന് എടുക്കാം. പിന്നെ ഞാൻ സാധാരണ നിങ്ങളോട് പറയാറ് ബ്രെഡ് ക്രംസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡിൻ്റെ സൈഡൊക്കെ നമ്മൾ പൊടിച്ചെടുത്താൽ മതി എന്നാണ് പറയാറ്. പക്ഷേ ഈ ഒരു റെസിപ്പിയിലേക്ക് നമുക്ക് ബ്രെഡ് ക്രംസ് തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ ബ്രെഡ് ക്രംസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. അറിയാവുന്നവർ ക്ഷമിക്കുക ദയവായിട്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ 1/2 കപ്പിൽ അല്പം കൂടി എടുത്തിട്ടുണ്ട് പാല്. ചിലപ്പം കൂടുതലോ കുറവൊക്കെ ആവശ്യം വരുള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ടൂത്ത് പിക്കാണ്. നമ്മളിപ്പോൾ ലോലിപോപ്പിൻ്റെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ടൂത്ത് പിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലോലിപോപ്പ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം.
ആദ്യം നമ്മൾക്ക് ബ്രെഡ് ഓരോന്ന് എടുത്തിട്ട് അത് റൗണ്ട് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു അടപ്പോ അല്ലെങ്കിൽ കുക്കി കട്ടറോ റൗണ്ട് ആയിട്ടുള്ളത് വലുത് തന്നെ വേണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കി വരുന്ന ബ്രെഡിന്റെ പീസസ് ഒക്കെ ഇല്ലേ, അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ബ്രെഡ് ഒരുപാട് വേസ്റ്റ് ആയി എന്നൊക്കെ. അപ്പോൾ പേടിക്കണ്ട, ഇത് നമുക്ക് ബ്രെഡ് പൊടിച്ചെടുക്കാം, എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഈ റെസിപ്പിയിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ നിങ്ങൾക്ക് അത് കിട്ടിയില്ല എന്നാണെങ്കിൽ ഇത് യൂസ് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും ബെസ്റ്റ് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് കട്ട്ലേറ്റ്, ബ്രെഡ് ബോൾസ്, പിന്നെ കട്ട്ലേറ്റ് നമുക്ക് റോൾ ചെയ്യാൻ, അതുപോലെ പിസ്സ കപ്സ്, ഇതൊക്കെ നമുക്ക് ഈ ബ്രെഡ് ബാക്കി വരുന്ന ബ്രെഡ് പൊടിച്ചെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസ് ആണ്. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന റെസിപ്പി, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ബ്രെഡൊക്കെ നല്ല റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡ് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തതും എടുത്തിട്ട് ഈ പാലിൽ നന്നായിട്ട് മുക്കിയെടുക്കണം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാല് മാക്സിമം പുറത്തേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ നമ്മളെ ബ്രെഡ് നന്നായിട്ട് സോഫ്റ്റ് ആവും. നമ്മൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കുക. എന്നാൽ നമുക്കത് റൗണ്ട് ആയിട്ട് നമ്മൾ ലോലിപോപ്പിൻ്റെ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം സൈഡ്സൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കണം. ഇനി നമുക്ക് ഈ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡിൻ്റെ നടുവിൽ നമുക്ക് ഒരു സ്പൂണ് ഇതുപോലെ റോസ്റ്റ് വെച്ച് കൊടുക്കാം. ഈ റോസ്റ്റ് അധികം ചേർത്ത് കൊടുക്കരുത് കേട്ടോ, അപ്പോൾ നമുക്കിത് റോൾ ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ അതിൻ്റെ നടുവിൽ ഒരു മുട്ട വെച്ചുകൊടുക്കാം, കാടമുട്ട വെച്ചുകൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ടയുടെ നടുവിൽ ഒരു ടൂത്ത് പിക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ബ്രെഡ് നമ്മൾ ഈ ടൂത്ത് പിക്കിലേക്ക് നമ്മൾ മടക്കിയെടുക്കാം. ഇതിനിപ്പോൾ എന്താ പറയേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ ചെയ്യുമ്പം നമ്മൾ വിചാരിക്കും ഭയങ്കര പാടാണെന്ന്. നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. അഥവാ നിങ്ങളത് നമ്മൾക്കിത് ഇതുപോലെ വലിയ ബ്രെഡ് കൊണ്ട് നിങ്ങൾക്കിത് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയ ബ്രെഡ് യൂസ് ചെയ്യാൻ. പിന്നെ അതുപോലെ മാക്സിമം നമ്മൾ ഈ പാലിൽ നമ്മൾ മുക്കിയെടുത്തത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അഥവാ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പൊട്ടിപ്പോവുകയാണെങ്കിൽ തന്നെ പേടിക്കും വേണ്ട. ഇപ്പോൾ ഇതുപോലെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും പേടിക്കേണ്ട. ബാക്കി നമ്മൾ ബ്രെഡിൻ്റെ സൈഡ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഇതുപോലെ പാലിൽ മുക്കിയിട്ട് അതുകൊണ്ടൊന്ന് ഇതുപോലെ സീൽ ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം നമ്മളിതിപ്പോൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇച്ചിരി പാടാണെന്നൊക്കെ തോന്നും. പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്രയും സിമ്പിളാണെന്ന്. പിന്നെ നമ്മൾ ചെറിയ ചെറിയ ബ്രേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ബ്രെഡ് കൊണ്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതുപോലെ ബ്രെഡ് ക്രംസിൽ നമ്മൾ മുക്കിയെടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒട്ടും പേടിക്കേണ്ട. ആ ബ്രെഡ് ക്രംസിൽ നമ്മൾ റോൾ ചെയ്തെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ തന്നെ കിട്ടും. ആ ലോലിപോപ്പിൻ്റെ സ്ട്രക്ചർ തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതും ഒട്ടും പേടിക്കേണ്ട. അപ്പം ഇതുപോലെ മാക്സിമം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ബ്രെഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല ബ്രാൻഡഡ് ബ്രെഡ് തന്നെ യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങൾ ഇതുപോലെ പാലിൽ മുക്കിയെടുക്കുമ്പോൾ മാക്സിമം നന്നായിട്ട് മുക്കിയെടുക്കണം. എന്നിട്ട് ആ പാല് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഒഴിവാക്കി കളയാം. എന്നാലേ നല്ല സോഫ്റ്റ് ആവുള്ളൂ. അതുപോലെ ബ്രെഡിൻ്റെ സൈഡ്സൊക്കെ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ജോയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് ഇത് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഹാർഡായിട്ട് തന്നെ കിട്ടും. നമ്മൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ബ്രെഡ് ഒട്ടിച്ചതൊന്നും കാണില്ല. ഇപ്പം കണ്ടില്ലേ, നമ്മളെ ബ്രെഡ് ലോലിപോപ്പ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ? അപ്പം നല്ല ഭംഗിയുമാണ് കാണാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. കാടമുട്ടയും അതുപോലെ റോസ്റ്റ് എല്ലാം കൂടി നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റാണ് അകത്ത്, പുറമേ നല്ല ക്രിസ്പി ആണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ്. പിന്നെ ഞാനിപ്പോൾ ഇത് തയ്യാറാക്കിയ ഉടനെ തന്നെ ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നേരത്തെ തയ്യാറാക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ മുട്ടയാണ്, നിങ്ങളത് ഒരു ദിവസത്തിന് കൂടുതലൊന്നും ഫ്രീസറിൽ വെക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. വേണമെങ്കിൽ വെക്കാം, പക്ഷേ ഞാൻ അത് സജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. പിന്നെ ഇതിപ്പോൾ ജോയിൻറ്റ് നന്നായിട്ട് ക്ലോസ് ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ബാക്കിയുള്ള ബ്രെഡിൻ്റെ പീസ് നമ്മൾ പാലിൽ മുക്കിയിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ വരുമ്പോൾ നമുക്കിത് പൊട്ടിപ്പോവാനോ ഒന്നും പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. നന്നായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലോലിപോപ്പിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് ഇത് റോൾ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മളുടെ വീഡിയോ ഇപ്പോൾ ഇച്ചിരി ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും നിങ്ങളൊന്നും വിചാരിക്കരുത്. കാരണം ഞാനിപ്പോൾ നമ്മളുടെ ഡൗട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യണ്ടേ. നമ്മളിപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇച്ചിരി ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ ദയവായിട്ട് ക്ഷമിക്കട്ടോ. അപ്പോൾ ബാക്കിയുള്ള ബ്രെഡ് കൊണ്ട് നമുക്ക് ഇതുപോലെ ലോലിപോപ്പ് തയ്യാറാക്കിയെടുക്കാം. പിന്നെ നമ്മളിപ്പോൾ വിചാരിക്കും ഇത് നല്ല സോഫ്റ്റ് ആവുമെന്ന്. നല്ല അത്യാവശ്യം ഹാർഡ് തന്നെയാണ്. നമ്മൾ പേടിക്കൊന്നും വേണ്ട. ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് പേടിക്കണ്ട. ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ ഫ്രീസറിലൊന്നും വെക്കുന്നില്ല. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മാത്രം ഇത് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വേണം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് വേണമെങ്കിൽ ചെറിയ ഫ്ലെയിമിൽ ആക്കിയെടുക്കാം. പക്ഷെ നമ്മളിപ്പോൾ ഈ ഒരു ലോലിപോപ്പ് ഇതിലേക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂട് വേണം. പിന്നെ അതുപോലെ ഈ ലോലിപോപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ആ ലോലിപോപ്പ് എണ്ണയിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കണം. എന്നാലേ മൊത്തത്തിൽ നമ്മൾ നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടുള്ളൂ, നല്ല ക്രിസ്പി ആയി കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മൊത്തത്തിൽ എണ്ണയിൽ മുങ്ങിക്കിടക്കാനുള്ള രീതിയിൽ നമ്മൾ എണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ചെരിച്ചു കൊടുത്താൽ മതി. അതുപോലെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് ബ്രെഡ് സ്നാക്സ്, അതുപോലെ പൊട്ടാറ്റോ സ്നാക്സ്, ഇതെല്ലാം ഡീപ് ഫ്രൈ ചെയ്യാനുള്ള സ്നാക്സ് ആണെങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അല്ലാതെ നമ്മൾ ഒരുപാട് നേരം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് 1 മിനിറ്റ് ഒക്കെ കുക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ലോലിപോപ്പും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടൊന്നും ചേർത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാതിരിക്കുകയാണ് നല്ലത്. 2 എണ്ണമൊക്കെ മാക്സിമം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളറൊക്കെ ആവുന്നത് വരെ 1 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നമുക്കിത് ഫ്രൈ ആയി കിട്ടുന്നുണ്ട്. ഗോൾഡൻ കളർ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാം. പിന്നെ ഇത്തരം റെസിപ്പീസിലൊക്കെ നമുക്ക് പൊട്ടാറ്റോ ആയാലും ബ്രെഡ് ആയാലും നമുക്ക് വീണ്ടും കുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാം കുക്ക് ചെയ്ത സംഭവങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എന്നാലേ നല്ല ആ ഒരു ടെക്സ്ചർ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ ബ്രെഡ് എഗ് ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ലോലിപോപ്പ് ഫ്രൈ ചെയ്താൽ ഉണ്ടാവാറ്. അപ്പോൾ നല്ല പുറമേ നല്ല ക്രിസ്പിയാണ്, പക്ഷേ നല്ല സോഫ്റ്റാണ് അകത്ത്. ഞാനത് ഫൈനൽ ഫോട്ടോ എടുത്ത ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഇതുപോലെ ഇരിക്കും. നല്ല ടേസ്റ്റിയാണ്, നല്ല സ്പൈസിയാണ്. അപ്പോൾ നമ്മളുടെ ബ്രെഡ് എഗ് ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാവും. എങ്ങനെയായാലും കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ ഈ ലോലിപോപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ നിങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ അതുപോലെ എന്നെ ഡെയിലി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്, സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. ഞാൻ എല്ലാവർക്കും കമൻറ്റ് റിപ്ലൈ ചെയ്യാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഇനി അഥവാ വിട്ടുപോയെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്